പിതാവായ ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. തിരുവചനങ്ങളിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ നേർവഴിക്ക് നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗറിനെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ഒരാത്മാവെങ്കിലും നമ്മുടെ ഈ ചെറിയ ശുശ്രൂഷയിലൂടെ രക്ഷ പ്രാപിക്കട്ടെ. നമ്മുടെ സുഭാഷിതങ്ങൾ 26-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, മനസ്സിൽ വിദ്വേഷം വയ്ക്കുകയും വാക്കുകൾ കൊണ്ട് സ്നേഹം നടിക്കുകയും ഹൃദയത്തിൽ വഞ്ചന പുലർത്തുകയും ചെയ്യുന്ന അനേകം വ്യക്തികളുണ്ട്. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിൽ വിദ്വേഷവും വൈരാഗ്യം വെറുപ്പ് വെച്ചുകൊണ്ടാണെങ്കിലും വാക്കുകൾ കൊണ്ട് സ്നേഹം നടിക്കുവാൻ സാധിക്കും. അത് മറ്റുള്ളവരെ വഞ്ചിക്കുവാനും ചൂഷണം ചെയ്യുവാനും അത്യാഗ്രഹം നിമിത്തം നുണ പറഞ്ഞ് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുവാനുമാണ് ഇപ്രകാരമുള്ള കപടതയിൽ ഊന്നിയ ജീവിതം നയിക്കുന്നത്. അതേസമയം തന്നെ ഹൃദയത്തിൽ വഞ്ചന പുലർത്തുകയും ചെയ്യുന്നു. ബാഹ്യമായിട്ട് സ്നേഹം നടിക്കും, പക്ഷേ മനസ്സിൽ വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, ഹൃദയത്തിൽ വഞ്ചന, ഇവയെല്ലാം വെച്ചുകൊണ്ടാണ് മനുഷ്യൻ ഇന്ന് സ്നേഹം നടിച്ചുകൊണ്ട് മറ്റുള്ളവരെ വഞ്ചിക്കുന്നത്. സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ വ്യക്തമായി കാണുന്നവനാണ്. യേശു പറയുകയാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനം. അപ്പോൾ ദൈവം നോക്കുന്ന നമ്മുടെ ബാഹ്യമായ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ നാവിൽ നിന്ന് വരുന്ന മധുര വാക്കുകളോ അല്ല, മറിച്ച് നമ്മുടെ ഹൃദയമാണ് ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവനെ വഞ്ചിക്കുന്ന ഒരു ദുരാഗ്രഹമാണോ, അത്യാഗ്രഹം നിമിത്തം വ്യാജം പറഞ്ഞ് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണോ, മനസ്സിൽ വിദ്വേഷവും വെറുപ്പും വെച്ചുകൊണ്ടാണോ മറ്റുള്ളവരോട് സ്നേഹം നടിക്കുന്നത്? ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ വഞ്ചനയും ചതിയും കെണിയും ഒക്കെ കാണുന്നതിൻ്റെ കാരണം വാക്കുകൾ കൊണ്ട് സ്നേഹം നടിക്കുകയും അതേസമയം അവനെ എങ്ങനെ തറപറ്റിക്കാം, അവനെ എങ്ങനെ നശിപ്പിക്കാം എന്ന ചിന്തകളാണ് അനേകം വ്യക്തികളുടെ മനസ്സിലിരിക്കുന്നത്. നിന്റെ മനസ്സുകൊണ്ട് ഈ ലോകത്തെ സ്നേഹിക്കുകയാണ് എങ്കിൽ നിന്റെ മനസ്സുകൊണ്ട് നീ ദൈവത്തിൻ്റെ ശത്രുവാണ്. അപ്പോൾ സഹോദരങ്ങളെ, മനസ്സുകൊണ്ട് ലോകത്തെയും ജഡികതയുമാണ് നീ സ്നേഹിക്കുന്നതെങ്കിൽ, വഞ്ചനയും കുരുട്ടുബുദ്ധികളുമാണ് നമ്മുടെ ഹൃദയത്തിൽ വെച്ച് പുലർത്തുന്നതെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ശത്രുവാണ് എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ശത്രുവായി ജീവിക്കുകയാണ് എങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് യാതൊന്നും കിട്ടുകയില്ല. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ നമ്മൾ കാണുന്ന സഹോദരനെയും സ്നേഹിക്കണം. അപ്രകാരം സഹോദരനെ സ്നേഹിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തും കിട്ടുമെന്ന് വിശ്വസിക്കുക, നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മാരക രോഗങ്ങൾ മാറും, കടഭാരങ്ങൾ മാറും, അസ്വസ്ഥതകൾ വിട്ടുപോകും, കുടുംബകലഹങ്ങൾ മാറിപ്പോകും, കുടുംബത്തിൽ സമാധാനം ലഭിക്കും, സമൂഹത്തിൽ മാന്യമായി ജീവിക്കുവാനുള്ള എല്ലാവിധ കൃപകളും തന്ന് എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ ഞങ്ങളുടെ പൊൻകരം നീട്ടണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ നിന്ന് കപടത എടുത്ത് മാറ്റണമേ. ഈശോയെ, വഞ്ചന പുലർത്തുന്ന ഹൃദയത്തിലേക്ക് സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. മനസ്സിൽ നിന്ന് വിദ്വേഷവും വെറുപ്പും എടുത്തു മാറ്റി പരസ്പരം സ്നേഹിക്കുവാനുള്ള ആഗ്രഹവും അഭിലാഷവും അവർക്കുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പൊൻകരം നീട്ടി എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.